ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇഷിതേന പ്രാഗി എൻ്റെ മോളെ ഞാൻ തിരിച്ചു കൊണ്ടുപോടി എന്നൊക്കെ പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോവാട്ടോ. അതിനുശേഷം ഇഷിത അവിടെ ബോധം കെട്ട് വീഴാണ്. ഇഷിതനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്വപ്നവല്ലി രാമനാഥനും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ദേവിക ഡോക്ടർ നോക്കിയിട്ട് സ്വപ്നയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് എങ്ങനെ ഇഷിതാമ്മടത്തിന് ഇത് സംഭവിച്ചത്? BP പെട്ടെന്ന് അബ്നോർമൽ ആയതാണ് പ്രശ്നം, പക്ഷെ ഇപ്പൊ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വപ്നവലിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അത് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണതാ ഡോക്ടർ എന്ന് പറയണ. ഇപ്പൊ കുഴപ്പമില്ല, അവരൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ, പുറത്തേക്ക് പോയിരുന്നോളൂ, സിസ്റ്റർ ഇഷിതനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ദേവിക അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്വപ്നവലി അടുത്ത് രാമന്തനടുത്ത് ഓടി വരുവാണ് നമ്മുടെ പ്രിയാമണി മാഷും കൂടി. എന്തു പറ്റി സ്വപ്നം, എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ സ്വപ്നവലി പറയേണ്ട, അത് ഇഷിത പെട്ടെന്ന് തലകറങ്ങി വീണതാണ്. തലകറങ്ങി വീണതോ? അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോ മാഷ് ചോദിക്കണ്ടേ, എന്താ രാമ എന്താ ഉണ്ടായത്? അത് വേറൊന്നുമല്ല, ആ രചന ഇടിച്ചു കയറി വീട്ടിലേക്ക് വന്നു, എന്നിട്ട് ചിപ്പിമോളെ നേടാൻ വേണ്ടി വീണ്ടും കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പോവാണ്. ഇഷിത ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ ഇഷിതക്ക് ചിപ്പിമോളുടെ ആവശ്യമില്ലല്ലോ, സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവാൻ പോവാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കും, ചിപ്പിനെ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഇഷിതക്ക് സഹിച്ചില്ല. ഇഷിത ആ സമയത്ത് ബോധം കെട്ട് വീണതാണ് എന്നിങ്ങനെ പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ മഹേഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഹേഷിനും വിഷമമാവാട്ടോ. പെട്ടെന്ന് തന്നെ പ്രിയാമണിക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. പ്രിയാമണി മഹേഷിനോട് പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം മഹേഷാണ്. രചനക്ക് ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തൊക്കെ വീട്ടിൽ കയറി ശീലിപ്പിച്ചിട്ടല്ലേ അവൾക്ക് വീട്ടിൽ കയറാനുള്ള എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തത് മഹേഷാണ്. മുമ്പ് മഹേഷിന്റെ വീട്ടിലെ വാതിക്കൽ പോലും അവള് കയറില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവള് എന്ത് അധികാരത്തോടെ വീട്ടിലേക്കും ബെഡ്റൂമിലേക്ക് കയറി വരുന്നത്? ഇതിന്റെ കാരണക്കാരൻ ആരാണ്? മഹേഷ് തന്നെയാണ്. മഹേഷാണ് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട്, എനിക്ക് മനസ്സിലായ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. അത് രചനക്ക് അന്ന് അവിടെ സ്പേസ് കൊടുത്തതിനെ കാരണം ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അത് തെളിഞ്ഞു. ഇനി രചന എൻ്റെ വീട്ടിൽ കയറി വന്ന അവളുടെ മുട്ടുകാലിൽ ഞാൻ തല്ലിയൊടിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ദേവികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്, ഡോക്ടർ ഞാനൊന്ന് ഇഷിതനെ കയറി കണ്ടോട്ടെ, ഇഷിത മയക്കത്തിലാണെങ്കിൽ വിളിക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ കയറി കണ്ടോളൂ എന്ന് പറയാണ്. അല്ല ഇഷിതക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ദേവിക പറയണ്ട്, അത് പെട്ടെന്ന് BP അബ്നോർമൽ ആയതാണ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അധികം ആവാൻ പാടില്ല മഹേഷ്, അതത്ര നല്ലതിനല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇഷിത തലകറങ്ങി വീണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അതെന്ത് പ്രശ്നമാണെങ്കിലും അത് സോൾവ് ചെയ്യണം. ഇഷിതക്ക് പെട്ടെന്നൊന്നും പ്രഷർ താങ്ങാൻ പറ്റുന്ന ബോഡിയല്ല, അറിയാലോ, ഡോക്ടറാണെന്നുണ്ടെങ്കിലും അയാൾക്ക് പെട്ടെന്ന് ഈ പ്രഗ്നന്റ് ആയതും അതുപോലെ തന്നെ മുമ്പ് ഞാൻ ചെയ്ത ചതിയൊക്കെ മനസ്സിലുള്ളത് കൊണ്ടും ആ ഒരു ഷോക്കിലാണ്. അതിനിടയ്ക്ക് ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എന്തായാലും മഹേഷ് പോയി കണ്ടു എന്ന് ദേവിക പറയാണ്. അങ്ങനെ മഹേഷ് റൂമിലേക്ക് കയറുമ്പോൾ ഇഷിത അവിടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. ഇഷിത എന്ന് പറയുമ്പോഴേക്കും മഹേഷ്, രചന വന്നിരുന്നു, നമ്മുടെ ചിപ്പിമോള് ആവശ്യപ്പെട്ട് അവള് കോടതിയിൽ കേസ് കൊടുക്കാൻ പോവാണെന്നൊക്കെയാ പറഞ്ഞത്. മഹേഷ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മഹേഷ്, അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും മഹേഷ്? എടോ താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഞാനത് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവള് പറയണത് അവൾ വേറൊരു വാടക വീടെടുത്ത് മാറാൻ പോവാ ആദ്യനെയും കൂട്ടിക്കൊണ്ട്, എന്നിട്ട് അവൾക്ക് കേസ് കൊടുക്കുകയാണെങ്കിൽ കോടതി കുഞ്ഞിനെ അവൾക്ക് കൊടുക്കില്ലേ? അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിഷം പോയി മഹേഷ്, ചിപ്പിമോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എടോ അങ്ങനൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറഞ്ഞത്. അവള് കേസ് കൊടുക്കണ മുമ്പ് പ്രാഞ്ചിയുടെ കേസ് ഞാൻ കോടതിയിലേക്ക് ഹാജരാക്കാൻ പോവാ, അവൾക്കെതിരെ ഞാനൊരു കേസ് കൊടുക്കാൻ വേണ്ടി പോകുക എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, പ്രാഞ്ചിയുടെ കേസ് അന്ന് ആക്സിഡന്റ് കൊലപാതക ശ്രമം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവാണോ? അതെ, അത് കേസ് എടുക്കാൻ പോവാ. നമ്മളെന്തിലെ ക്ഷമിക്കണത്? ആദ്യം അറിയട്ടെ അവന്റെ അമ്മയുടെ നീച പ്രവൃത്തികളൊക്കെ അവൻ അറിയട്ടേടോ. നമ്മൾ അവനെ വിചാരിച്ചിട്ടില്ല കേസും കാര്യങ്ങളും വേണ്ടെന്ന് വിചാരിച്ചത്. ഇനി ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല, അവൻ അറിയട്ടെ, സത്യങ്ങളൊക്കെ അവനും അറിയട്ടെ എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ മഹേഷ് നേരെ പോണത് ആകാശിന്റെ വീട്ടിലേക്കാട്ടോ. ആകാശിനോട് പറയുന്നുണ്ട്, എടാ അവളെവിടെ? നിന്റെ കൂടെ താമസിക്കണവള് രചനയാണോ? പിന്നെ നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോടോ ഇപ്പോ? ഒരുത്തിയുണ്ടല്ലോ സുമി അല്ലേ, പക്ഷെ രചനയാണ് ഉദ്ദേശിച്ചത്, അവളെ വിളിക്കടാ എന്ന് പറയണേ. രചന വരുന്നുണ്ട്. എന്താ മഹേഷ്, എന്താ കാര്യം? അതെ, നീ വീട്ടിൽ വന്നിട്ട് ഇഷിതടുത്ത് എന്തൊക്കെയോ സംസാരിച്ചല്ലോ. നോക്ക്, നീ ആ പ്രാഞ്ചിനെ വിട്ട കേസ് ഉണ്ടല്ലോ, അത് തെളിവ് സഹിതം എൻ്റെ അടുത്തുണ്ട്, ഞാൻ അത് കോടതിയിൽ ഹാജരാക്കാൻ പോവാ. നീ ചിപ്പിമോൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോകല്ലേ വിട്ടു തരണോന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനു മുമ്പ് നീ ജയിലിലേക്ക് എടുക്കാൻ പോവാ രചന. ജയിലിൽ കിടന്ന ജയിൽ പുള്ളിക്കെതിരെ ഏത് കുഞ്ഞിന് ആര് കൊടുക്കാനാണ്? കോടതി ഒരിക്കലും നിനക്ക് തരാൻ പോണില്ല ചിപ്പിമോളെ എന്ന് മഹേഷ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രചനക്ക് ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ.
രചനയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, പ്രാഞ്ചിനെ വിട്ടത് ഞാനല്ല എന്നൊക്കെ രചന പറയാണ്. മഹേഷ് പറയണ്ട്, നീ ആരുടെത്താ ഈ കള്ളം പറയണത്? അതിന് തെളിവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ രചനനെ പോലെയല്ല ഇഷിതക്ക് ചോദിക്കാനും പറയാനും ഒരുപാട് പേരുണ്ട്. പക്ഷെ രചനക്ക് ചോദിക്കാനും പറയാനും ആരുണ്ട്? ദേ ഈ ആകാശ പോലും സമയം അയക്കാന് കൈമലർത്തും. അതുകൊണ്ട് രചന സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്ന രചനക്ക് കൊള്ളാം. പിന്നെ ചിപ്പിമോള് നിന്റെ മാത്രം മോളല്ല, എന്റെയും മോളാണ് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവാണ്. ആകാശ് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതൊക്കെ കേട്ട് നീ മിണ്ടാതിരുന്നതിന്റെ കാരണം എനിക്കറിയാം. നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നീ മിണ്ടാതിരുന്നത്. രചന നോക്ക്, നീ ഇപ്പോൾ ചിപ്പിമോളെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോവാതിരിക്കണേ നല്ലത്. പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം വെച്ചാൽ ആ പ്രാഞ്ചിയുടെ കേസ് തെളിയാതെ കിടക്കാണ്. അവളെങ്ങാനും കേസ് കൊടുക്കുകയാണെങ്കിൽ നീ പെട്ടുപോകും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് രചന ചോദിക്കണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും ആകാശ് നമ്മള്? ഇനി എന്ത് ചെയ്യാൻ, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ഞാൻ പിള്ളേരെ വെച്ചൊരു കളി കളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ആകാശ് പറയുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് ഇഷിതനെ കാണിക്കുന്നത് നമ്മുടെ പവിത്രം സീരിയലിലാണ്. അതെ, പവിത്രത്തിൽ നമ്മുടെ ഇഷിത ആരും കാണാതെ വിക്രത്തിനെ സഹായിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. അപ്പൊ വിക്രത്തിനെ ഇന്നലെ മുറിവില് മരുന്നൊക്കെ വെച്ച് കൊടുത്തു, സ്റ്റിച്ചൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിക്രത്തിന് ഒട്ടും വയ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട് വിക്രത്തിന് വല്ലാത്ത ക്ഷീണമാണ്. അത് മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാടി. ട്രിപ്പ് ഇട്ടാൽ ശരിയാവും, ഞാൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയാണ്. അതിനുശേഷം ഇഷിത ഒരു വണ്ടി അറേഞ്ച് ചെയ്യാണ്. മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. മഹേഷാണ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇഷിത ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വിക്രം കിടക്കുന്ന ആ വീട്ടിലേക്ക് പോവാണ്. വിക്രത്തിന് ട്രിപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. വിക്രം പതുക്കെ ഓക്കെ ആവാണ്. വിക്രത്തിന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വിക്രം ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇഷിതയുടെ അടുത്ത്. അപ്പോൾ ഇഷിതയുടെ അടുത്ത് ഇങ്ങനെ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് വിക്രം നമ്മുടെ ഇഷിതക്ക് വാക്ക് കൊടുക്കുകയാണ്. നോക്ക്, ഇനി ഇഷിതക്ക് ഒരു ആങ്ങളയില്ലെന്ന് പറഞ്ഞാൽ വിഷമം വേണ്ട, ഞാനുണ്ട് ആങ്ങളയായിട്ട് കേട്ടോ. ഇഷിതക്ക് ഒരു തരത്തിലും വിഷമമൊന്നും വേണ്ട. ഇഷിതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ കാലം എത്തിയല്ലേ. ഇനിയിപ്പോൾ ഞാനുണ്ട്. പിന്നെ ചിപ്പിമോള് കൈവിട്ടു പോകുന്നുള്ള പേടിയാണല്ലോ ഇഷിതക്ക്. ഒരിക്കലും ഇഷിതയുടെ മോള് ഇഷിതയുടെ കൈവിട്ടു പോയില്ല. അത് ഞാൻ ഇഷിതക്ക് തരുന്ന വാക്കാണ്. എന്താ വേദ, ഇയാള് കോടതിയിൽ പോവാണെങ്കിൽ താൻ വാദിക്കില്ലേ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും അത് ഞാൻ ഇവിടുത്തെ പറഞ്ഞ കാര്യമാണ്, ഇവൾക്ക് ഉറപ്പ് കൊടുത്ത കാര്യമാണ്. വേദ കേസ് വാദിച്ച പിന്നെ ഇഷിത ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഇനി ഒരിക്കലും രചന എന്നല്ല ആര് വന്നാലും ചിപ്പിമോളെ വിട്ടുകിട്ടത്തില്ല കേട്ടോ, ഞങ്ങളില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ ചേർത്ത് പിടിക്കുകയാണ് വിക്രവും വേദയും കൂട്ടോ. അപ്പൊ ഇഷിതക്ക് ഒരു സമാധാനം ആവുന്നുണ്ട്. അതേസമയം രചനയാണെന്നുണ്ടെങ്കിലോ എന്തൊക്കെ വന്നാലും ശരി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആകാശ് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കേസ് എടുക്കാൻ വേണ്ടി തന്നെ പോകാണ് എന്ന് രചന വെച്ച് നല്ലൊരു വക്കീലിനെ പോയി കാണാണ്. പക്ഷെ ഇഷിതയ്ക്ക് വേണ്ടി കേസ് വാദിക്കണതോ നമ്മുടെ വേദയാണ്. അപ്പൊ ഫുൾ സപ്പോർട്ടായിട്ട് വിക്രവും ഉണ്ട്. അപ്പൊ വിക്രം അതിനിടയ്ക്ക് രചനയൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യും കേട്ടോ. രചനയെടുത്തും ആകാശനോടും പറയണ്ട, അതെ ഇഷിത ഇനി കൈവച്ചാൽ ഇഷിതക്ക് ആങ്ങളായിട്ട് ഇനി ഞാനുണ്ട്, ഒരു സിസ്റ്ററായിട്ട് വേദയും ഉണ്ട്, ഞങ്ങൾ ഇടപെടും കേസിൽ എന്ന് പറയാണ്. രചന നാണം കെട്ട് പോവാട്ടോ. എന്തായാലും നല്ല മഹാസംഗമം അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.